ഇതാ ഇത് കണ്ടോ, നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ വില്ലനാണിത്. കാരണം നിങ്ങളുടെ വീട്ടില് ഇപ്പൊ നന്നായിട്ടൊക്കെ മഴ പെയ്യണ ഒരു സമയമല്ല കേരളത്തിൽ, അല്ലേ? ഇപ്പൊ പല വീടുകളിലും ഉണ്ടായ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഈർപ്പത്തിന്റെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. പല ഭിത്തികളും നനഞ്ഞു കാണുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഭിത്തിയിൽ ഒരു ഒരു വെള്ളത്തിന്റെ ഒരു പാട്, അല്ലെങ്കിൽ ഒരു ഭിത്തിയുടെ നമ്മുടെ പെയിന്റിന് ഒരു കളർ ചേഞ്ച്, അല്ലെ? ലൈറ്റ് ആയിട്ടിരിക്കുന്ന സാധനങ്ങൾ കുറച്ച് ഭാഗം മാത്രം ഡാർക്ക് ആയിട്ട് വരുന്നു, അവിടെ തൊട്ട് നോക്കുമ്പോൾ നനവുണ്ടാവുന്നു, ചിലപ്പോൾ അവിടുന്ന് പൊട്ടി പൊളിഞ്ഞു വീഴുന്നു. ഇനി മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ശരിക്കും ഇതൊരു നല്ല വില്ലനാണ്. മഴക്കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഫുള്ളായിട്ട് ഉണങ്ങിയിട്ട് ഇത് പീൽ ഔട്ട് ആവും. അപ്പോഴാണ് നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടാവുള്ളൂ, അല്ലെ? ഇത് ശരിക്കും ഇതിൽ പ്രധാന വില്ലനായിട്ട് നിങ്ങൾക്ക് കാണിച്ചത്. കാരണം ഇത് ശരിക്കും സംഭവിക്കുന്നത് ഈ പ്ലംബിംഗ് ലൈനുകളാണ്. പ്ലംബിംഗ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ വീടിന്റെ തേപ്പെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും, അല്ലെങ്കിൽ പുട്ടിവർക്കൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും പ്ലംബേഴ്സ് ഈ പ്ലംബിംഗ് ലൈൻ ചെയ്യേണ്ടാവുക. ഇത് പലരും വളരെ കെയർലെസ് ആയിട്ട് ചെയ്യുന്ന ഒരു സാധനങ്ങളിലൊന്നാണ്. ഈ പ്ലംബിംഗ് ലൈൻ ചെയ്യാൻ നേരത്ത് നമ്മുടെ ഫ്ലാറ്റ് സൺഷെയ്ഡ് ആയിക്കോട്ടെ, ചരിഞ്ഞ സൺഷെയ്ഡ്, ചിലപ്പോൾ റൂഫ് സ്ലാബ് തന്നെ ഒരു പോർഷനിൽ കുത്തിക്കളഞ്ഞിട്ടുണ്ടാവും. കുത്തിക്കളഞ്ഞിട്ട് ഈ പ്ലംബിംഗ് ലൈനുകൾ പൊക്കത്തേക്ക് കൊണ്ടുപോകും. ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, അവർക്ക് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് കൊണ്ടുപോകാൻ പല രീതികളുണ്ട്. ഇതുപോലെ കുത്തി പൊട്ടിച്ച് കൊണ്ടുപോകാം, അതല്ലെങ്കിൽ സ്ലീവ് ഇട്ടുകൊണ്ട് കൊണ്ടുപോകാം, അതല്ലെങ്കിൽ കോർ കട്ട് ചെയ്തിട്ട് പൈപ്പിന് പോകാൻ മാത്രം സ്പേസ് ഇട്ട് കൊണ്ടുപോകും. ഇതുപോലെ തല്ലി പൊട്ടിച്ച് ഒരിക്കലും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിന് ഉണ്ടാകുന്ന ഡാമേജ് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാത്തത്ര ഭാവിയിൽ നിങ്ങൾക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലായി പോകും നിങ്ങളുടെ വീട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു വീട് കണ്ടെന്ന് വെച്ചാൽ വീടിന്റെ എല്ലാ ഭാഗത്തും ഈർപ്പം. ഈർപ്പം എന്ന് പറഞ്ഞാൽ കിച്ചന്റെ സൈഡിലും ഡൈനിങ്ങിന്റെ സൈഡിലും എല്ലായിടത്തും ഈർപ്പം. ഈ വീട്ടുകാരന് എന്റെ അടുത്ത് ഇതെങ്ങനെ ഞാൻ ഓവർകം ചെയ്യും? ഞാൻ നോക്കാൻ നേരത്ത് ഒരു ഭാഗത്തുള്ള ഒരു പ്ലംബിംഗ് ലൈൻ പോയിട്ടുണ്ട്, അതിന്റെ പൊക്കത്ത് ചുമ്മാ ഇത്തിരി പരിക്കൻ പൊത്തി വെച്ചിരിക്കാൻ. ആ പരിക്കൻ പൊത്തി വെച്ചാൽ കണ്ടാൽ പോലും നിങ്ങൾ കിടുങ്ങി പോകും. ശരിക്കും സാധാരണ കൊച്ചു കുട്ടികൾ ചെയ്തു വെക്കുന്ന പോലെ ചെയ്തു വെച്ചിരിക്കും. ശരിക്കും അത് ആ പരിക്കിന്റെ ഉള്ളിലൂടെ വെള്ളം നേരെ ഭിത്തിയിലേക്ക് വലിഞ്ഞിട്ട് ആ ഭിത്തിയിലൂടെ ട്രാവൽ ചെയ്യുന്നത്. എല്ലാ ഭിത്തിയിലേക്കും ട്രാവൽ ചെയ്തിട്ട് ഏതൊക്കെ ഭിത്തിയിലൊക്കെ പുറത്തു പോകാൻ പറ്റുമോ ആ പുറത്തു പോകുന്ന ഭിത്തിയിലൊക്കെ ഇതുപോലെ തന്നെ ഭിത്തിയുടെ ഈ നമ്മുടെ പുട്ടിയിലേക്ക് പീൽ ഔട്ട് ചെയ്തോ പുറത്തേക്ക് വരും. അപ്പൊ ഇത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ പ്ലംബിംഗ് ലൈനുകളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ പ്ലംബിംഗ് ലൈനോ പി വി സി ലൈനോ അല്ലെങ്കിൽ നിങ്ങൾ എ സിയുടെ ലൈനൊക്കെ ചെയ്യാൻ നേരത്ത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഒന്ന് ബെസ്റ്റ്, നിങ്ങളിത് സ്ലീവ് ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോർ കട്ട് ചെയ്ത് കൊണ്ടുപോകും. കോർ കട്ടിങ് മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു 750 രൂപ അല്ലെങ്കിൽ അതിന് താഴെ വരുള്ളൂ ഒരു ഹോളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം നിങ്ങൾ 75,000 മുടക്കാൻ തീരുമില്ലെന്നുള്ള. ഈ കോർ കട്ടിംഗ് മെഷീൻ വെച്ച് നിങ്ങൾ ഹോൾ ഇട്ട ശേഷം ഈ പ്ലംബിംഗ് ലൈൻ കൊണ്ടുപോയിട്ട് അതിന് ചുറ്റും ഒരു GP2 ഒഴിച്ചു കൊടുത്താൽ, ഈ GP2 ഒരു വലിയ സംഭവം ഒന്നല്ല കേട്ടോ ശരിക്കും. ആക്ച്വലി അതായത് മൾട്ടിപർപ്പസ് ഗ്രൗട്ട് ആണ്. ആക്ച്വലി അതായത് ജനറൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൗട്ട്, അതാണ് GP2 എന്ന് പറയുന്നത്. ഇതെല്ലാം കടകളിലും കിട്ടും, എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും ഈ സാധനം കിട്ടും, പല കമ്പനികളിലും കിട്ടുന്നുള്ളൂ. ഇത് വളരെ ഈസി ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിസ്സാര പൈസ 5 കിലോനൊക്കെ ഏതാണ്ട് 160 രൂപയ്ക്കുള്ള സാധനത്തിന്. പക്ഷെ ഇത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം നിങ്ങൾ നോർമൽ കോൺക്രീറ്റ് ഇടണമെന്ന് വിചാരിച്ചു, ഇത് കോൺക്രീറ്റ് ഇടത്ത് അടിയിൽ നിങ്ങൾ എന്തെങ്കിലും പലകയോ അല്ലെങ്കിൽ പേപ്പറൊക്കെ കുത്തിവെച്ച് ഇതിന്റെ പൊക്കത്തേക്കായിരിക്കും ഈ കോൺക്രീറ്റ് ഇടണ്ടാവുക, അല്ലെ? ഇനി ഈ കോൺക്രീറ്റ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, കാരണം ചെറിയ സ്പേസിലുള്ള എങ്ങനെ കോമ്പാക്ട് ചെയ്യുമ്പോൾ അതിന് ഈ കോമ്പാക്ട് ചെയ്യാത്ത മാത്രമല്ല ഇഷ്യൂ, ഇത് നിങ്ങൾക്ക് ക്യൂർ ചെയ്യണ്ടാവില്ല. അതാണ് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ഇഷ്യൂ എന്നുള്ളത്. അതായത് നിങ്ങൾ ഇങ്ങനെ ക്യൂർ ചെയ്യും, അത് ഇതുപോലത്തെ ചെറിയ സ്പേസിൽ എല്ലാ ദിവസവും പോയി വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല, ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഇത് നിങ്ങൾ ക്യൂർ ചെയ്യാതിരിക്കാൻ നേരത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയും, ഈ കോൺക്രീറ്റ് നിങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ജലാംശം കംപ്ലീറ്റ് മറ്റേ കോൺക്രീറ്റ് അല്ല ചുറ്റുപാടുമുള്ള കോൺക്രീറ്റും ഭിത്തിന്റെ ജലാംശം വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വെറും പിഷറാണ്. അപ്പൊ അതാണ് നിങ്ങളുടെ ഞാൻ പറയണത്. നിങ്ങൾക്ക് ഇത്തരം സാധനം ചെയ്യാത്ത ഇനി ഇത് ചെയ്തു പോയ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചു, ഇത് പോയ ആൾക്കാരാണ് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ GP2 യൂസ് ചെയ്യാം, അതല്ല കൂടുതൽ സ്പേസ്. നേരത്തെ കാണിച്ചാൽ വലിയ സ്പേസിലേക്കാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ അടിയിൽ പലകയൊക്കെ വെച്ചു കൊടുത്തുകൊണ്ട് ഈ നമ്മൾ ഇപ്പൊ ഈ സാധാരണ കോൺക്രീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ പ്രതലത്ത് രണ്ടാമതൊരു കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് അതിനൊരു കെമിക്കൽ യൂസ് ചെയ്യും. ഈ കെമിക്കൽ യൂസ് അത് ബോണ്ടിങ് മെറ്റീരിയൽ നമ്മൾ പറയും. അതായത് കോൺക്രീറ്റിന്റെ ബോണ്ടിങ് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇത് നമ്മൾ എല്ലാ കടകളിലും കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ തന്നെ ഈ സാധനം എവിടേക്ക് അവൈലബിൾ ആണെന്ന് അറിയാൻ പറ്റും. ഈ ബോണ്ടിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കോൺക്രീറ്റിനെ പ്ലേസ് ചെയ്യാം. കോൺക്രീറ്റിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് കോമ്പാക്ട് ചെയ്തിട്ട് ഇതിന്റെ പൊക്കത്ത് സെൽഫ് ക്യൂറിംഗ് കോമ്പൗണ്ട് നമ്മുടെ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. സെൽഫ് ക്യൂറിംഗ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് അടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നനയ്ക്കേ വേണ്ട. ഇത് ക്യൂറിംഗ് കോമ്പൗണ്ട് അടിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് വെച്ചാൽ നോർമലി നമ്മൾ ഈ കോൺക്രീറ്റിന്റെ പുറത്ത് കൂടാതെ ഒരു 6 ഇഞ്ച് കൂടെ ഓവർലാപ്പ് ചെയ്ത് ഈ സെൽഫ് ക്യൂറിംഗ് കോമ്പൗണ്ട് യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനൊക്കെ
ഇഷ്ടംപോലെ വഴികളുണ്ട് നാട്ടില്. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഞാനിത് പറയാൻ കാര്യം പറയുമ്പോൾ മഴക്കാലമാണ്. എന്നെ ഒരുപാട് പേര് ഈ കാര്യം പറഞ്ഞ് മാത്രം വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്തേക്കാന്ന് വിചാരിച്ചു. വീട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ വീടുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്ലംബിംഗ് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുത്തിപ്പൊട്ടിക്കാതിരിക്കുക. പറ്റുമെങ്കിൽ കോർക്കട്ട് ചെയ്യുക, അതല്ലെങ്കിൽ സ്ലീവ് യൂസ് ചെയ്യുക. താങ്ക് യു.